അർജുൻ, ഈ അവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ബില്ലിൽ കാണിച്ചായിരുന്നു. അവിടെ ഒരുപാട് പേര് പ്രതികരിക്കുന്നുമുണ്ടായിരുന്നു VS-ന്. അതും ഈ പല സ്ഥലത്തു നിന്നും, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ ഈ വരുന്നവർക്കെല്ലാം പറയാൻ ഓരോ കഥകളുമുണ്ട്. അർജുൻ, സേതു, തീർച്ചയായും ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി തന്നെ ഇന്ന് രാവിലെ തൊട്ട് VS-ന്റെ തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സേതു പറഞ്ഞതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നായി ആളുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് തന്നെ പോകാം. എവിടെ നിന്നാണ് വരുന്നത്? രാത്രി പോകുന്നവിടെ രാത്രി വെളുപ്പിനെ വിട്ടു. തിരക്ക് കൂടുന്നതിന് കാണാൻ വിചാരിച്ചു വന്നതാ. സങ്കടം. എന്താണ് VS-നെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ? എന്തോ പറയണമെന്നത്. ഇന്നും ഇതുപോലെ മനുഷ്യൻ ലോകത്തുണ്ടാവുമോ? ഇല്ല. VS പകരം VS മാത്രം. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കേൾക്കാൻ പണ്ടൊക്കെ പോയിട്ടുണ്ടോ? ഓടും. കൊല്ലത്തിൻ്റെ ഏത് ഭാഗത്ത് വന്നാലും ഓടും. ഞാനെന്നാ CP കാരനാണ്. ഞാനൊരു CP പ്രവർത്തകനാണ്, ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. എന്നാലും VS എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്, ഒരു വലിയ ഫലമാണത്. ഇവിടുന്ന് എങ്ങനെയാണോ? അല്ല, കൊല്ലം കടയ്ക്കൽ. വെളുപ്പിനെ വന്നതാണ്. മനസ്സിലെ മായാത്ത ഒരു നേതാവാണ്. കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും ഇന്ന് VS ഒരു ഹരമായി നിൽക്കുന്ന സാഹചര്യം. നമ്മുടെ വേർപാടിലുള്ള വിഷമവും ദുഃഖവും അറിയിക്കും. എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ കടയ്ക്കലെന്ന് വന്നതാണ്. കടയ്ക്കക്കാർക്ക് VS എന്ന് പറയുമ്പോൾ ഒരു ആവേശമാണ്. VS അഴിമതിക്കും മറ്റും പോരാടുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ അവസാനം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പിനെ തന്നെ ഇവിടെ എത്തിച്ചത്. സേതു, അങ്ങനെയാണ് ഓരോ ആളുകൾ ഓരോ തരത്തിൽ VS-നെ അനുസ്മരിക്കുകയാണ്. 2019 VS അവസാനമായി ഒരു പൊതു പരിപാടിക്ക്, അല്ലെങ്കിൽ അതാണ് അർജുൻ. ഇപ്പോൾ കഴിഞ്ഞ 2019 ശേഷം 2025 വരെ അദ്ദേഹം പൊതുവേദികളിൽ നിന്നും വിട്ടുനിന്നൊരു മനുഷ്യനാണ്. പക്ഷേ എങ്കിലും VS എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കുറച്ച് മുൻപ് നമ്മളോട് സംസാരിച്ച ആ മനുഷ്യൻ തന്നെ പറഞ്ഞത് എന്തോ പറയാനാണ്. VS അങ്ങനെ ഒരു നേതാവ് ഇനി ഉണ്ടാകില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ ഇങ്ങനെ VS-നെ അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതാവ്, ആ പൊതുജനങ്ങളിൽ വരുത്തിയിരിക്കുന്ന സ്വാധീനവും. VS എന്ന ആ രണ്ടക്ഷരം കേരള ചരിത്രത്തിൽ എന്നും മായാത്ത ഏടായി നിലനിൽക്കുമെന്ന് നമ്മൾ ആവർത്തിച്ച് പറയാനുള്ള കാരണവും.